സൂര്യ എന്ന പേരിൽ ഒരു ദീർഘദൂര മിസൈലിൻ്റെ പണിപ്പുരയിലാണ് ഇന്ത്യ മഹാരാജ്യം എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് ശരിയാണോ പറയാം? അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഈ കാര്യത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയമോ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു സാധനവും പുറത്തുവിട്ടിട്ടില്ല. ഇതൊരു പ്രചരിക്കുന്ന സംഗതിയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ആ പ്രചരിക്കുന്ന സംഗതിയിൽ കുറച്ച് കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയും റോക്കറ്റ് സാങ്കേതിക വിദ്യയും ഏതാണ്ട് സെയിമാണ്. നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് നേരെ സൈന്യത്തിന് കൊടുത്ത് അവർക്കത് മിസൈലായി. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ദീർഘദൂര റോക്കറ്റുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ചാന്ദ്ര ദൗത്യം അടക്കമൊക്കെ പൂർത്തിയാക്കിയതാണ്. അതെ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ച PSLV എന്ന് പറയുന്ന റോക്കറ്റാണ്. അതെ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതാണ് PSLVയുടെ ഫുൾ ഫോം. അതെ. അപ്പോൾ അതായത് പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗമ ഉപരിതലത്തിന് ഉപരിയായിട്ട് ബഹിരാകാശത്ത് വരെ എത്തുന്ന അത്രയും ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള റോക്കറ്റ്, അല്ലെങ്കിൽ അത്രയും ദൂരം വരെ ഈ പേലോഡ് വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷിയുള്ള റോക്കറ്റ് എന്നാണ് PSLVയെ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ മിസൈൽ നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത കുറേ കാലമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ മിസൈലിന് ഇട്ടുകൊടുത്തിരിക്കുന്ന പേര് സൂര്യ എന്നാണ്. അതെ. അപ്പോൾ ഈ സൂര്യ പറയുന്ന മിസൈലിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത് ഏകദേശം 12,000 മുതൽ 18,000 കിലോമീറ്റർ വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ദൂരം ഒരു മിസൈലിന് സഞ്ചരിക്കാമെങ്കിൽ ഇന്ത്യക്ക് ഈ ലോകത്തെ ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിലും ആക്രമിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ലോകത്തെ ആയുധശേഷിയുടെ കാര്യം വെച്ച് ഓരോ ലോകത്തെ ഓരോ ക്രമത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക, റഷ്യ അങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇന്ത്യ പെട്ടെന്നൊരു ഷോർട്ട് കട്ട് അടിച്ച് അങ്ങോട്ട് കയറും, മുകളിലേക്ക് കയറും. കാര്യം ഈ ഒറ്റ മിസൈൽ മതി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആറ്റം ബോംബോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യം ഈ മിസൈല് ഈ ആണവായുധ വാഹക ശേഷിയുള്ള മിസൈലാണ്. കൂടാതെ MIRV എന്ന് പറയുന്ന കാറ്റഗറി, MIRV എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ്. അതായത് ഒരേ സമയം തന്നെ ഒരു മിസൈൽ ഒരു ലക്ഷ്യത്തിലേക്കാണ് അയക്കുന്നതെങ്കിലും അതിൽ 3 മുതൽ 10 വരെ വാർഹെഡുകൾ ഉണ്ടെന്നാണ് പറയുക. വാർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റിൽ ഏതാണോ പൊട്ടിത്തെറിക്കാനുള്ള സാധനം, അത് നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന് മറ്റേ കുഴിയമിട്ട് പൊട്ടിക്കുമ്പോൾ ഒരെണ്ണം പൊട്ടി പല കുടകൾ അതിന് വിരിയില്ലേ എന്ന് പറയുന്നത് പോലെ ഈ റോക്കറ്റ് പോയി കഴിയുമ്പോൾ 3 മുതൽ 10 വരെയുള്ള വാർഹെഡുകൾ പുറത്തു. അതെല്ലാം ആണവവാഹക ശേഷിയുള്ളതായിരിക്കാം, അതല്ലാത്ത സാധാരണ ബോംബ് പോലുള്ളതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ സമയം നമുക്ക് 3 മുതൽ 10 വരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പറ്റും. അതൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു നഗരമോ പല നഗരമോ ആകാം. നമുക്കതനുസരിച്ച് അതിനെ എത്ര ദൂരത്ത് വേണം? ഇത്രയും ദൂരം വലിയ ദൂരമാണല്ലോ. അതായത് 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഏത് ദിക്കിലോട്ട് വിട്ടാലും ചുറ്റിക്കറങ്ങി വരുമ്പോൾ അത് ചെന്ന് അവിടെ കിട്ടും എന്നുള്ളതാണ്. ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ മതി, മൊത്തം ചുറ്റി വരണ്ട, പകുതി കറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ തന്നെ സാങ്കേതിക വിദ്യയാണോ അതേ പുറം രാജ്യങ്ങളുടെ ആരെങ്കിലും സഹായം തേടുന്നുണ്ടോ? ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ തന്നെ ഇന്ത്യ അഗ്നി എന്ന് പറയുന്ന ഒരു മിസൈല് വിജയകരമായി നടപ്പിലാക്കി. അഗ്നി 5 അതുവരെയാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഈ അഗ്നി 5 എന്ന് പറയുന്ന മിസൈലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ശ്രേണിയിൽപ്പെട്ടതാണ്. അപ്പോൾ ആളുകൾക്കൊരു ചോദ്യം വന്നിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ, ചൈന. ഇവിടേക്ക് പരമാവധി നമുക്കൊരു 2000-2500 കിലോമീറ്റർ മതി, അവിടെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് ആക്രമിക്കാൻ. പക്ഷേ അഗ്നി 5ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 8,000 കിലോമീറ്റർ വരെയാണ്. അപ്പം അത്രയും ദൂരത്തിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് അതായത് ലോകത്ത് ഏത് മുക്കിലും ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി വന്നാൽ അതിനെ നേരിടാൻ പര്യാപ്തമായ ആയുധശേഷി നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്നി 5 വരെ തയ്യാറാക്കിയത്. അപ്പോൾ അഗ്നി 5 8,000 കിലോമീറ്റർ വരെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മൾ അഗ്നി തൊട്ട് 1200 അഗ്നി 1, 2, 3 ഇപ്പം 5 വരെയായി. അപ്പോൾ ഇത് അഗ്നി 5 കഴിഞ്ഞാൽ എന്ത്, അഗ്നി 6, അഗ്നി 7 അങ്ങനെ പോകുന്നതിനേക്കാൾ നേരെ ഈ സൂര്യയിലേക്ക് കടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഈ പറയുന്ന സൂര്യ എന്ന് പറയുന്ന ഈ മിസൈലിൻ്റെ വേഗത കണക്കാക്കുന്നത് മാക് 27 ആണ്, 27. അതായത് മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അപ്പോൾ ഈ പറയുന്ന സൂര്യ മിസൈൽ നമ്മൾ തൊടുത്തു വിട്ടാൽ ഈ പറയുന്ന 18,000 കിലോമീറ്റർ വരെ ഉള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ആക്രമിക്കാൻ പറ്റും. മനസ്സിലായി. നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു ഭീഷണി
മുഴക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ആക്രമിക്കാം എന്നുള്ളതാണ് ഈ സൂര്യ മിസൈലിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ട് ഈ മിസൈൽ നമ്മൾ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും ഏതെങ്കിലും നമ്മുടെ ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നമ്മളുടെ ഒരു സൈനിക ശക്തി അറിയിക്കാൻ കൂടി വേണ്ടി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗം, നമുക്ക് ഇങ്ങോട്ട് ഭീഷണികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. പാകിസ്ഥാനെക്കാട്ടും ചെറുതായിട്ടൊന്ന് വരട്ടാനായിട്ട്. പിന്നെ മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്, നമുക്ക് ഈ മിസൈൽ വേണമെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വിൽക്കാം. ഇപ്പൊ അമേരിക്ക ഇന്ത്യയായിട്ട് നല്ല സൗഹൃദത്തിലാണെന്ന് വെക്കുക, ഇപ്പൊ അങ്ങനെയല്ല, സൗഹൃദത്തിലാണെന്ന് വെക്കുക. അമേരിക്കയ്ക്ക് ഈ പദ്ധതിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങാം. അപ്പോൾ ഇപ്പം അമേരിക്ക എങ്ങനെ സമ്പന്നമായി, ചൈന എങ്ങനെ സമ്പന്നമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ വിൽപ്പനയിലൂടെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ആക്രമിക്കാനാണെങ്കിൽ ഇത്രയും വലിയ സാങ്കേതിക വിദ്യയുടെയോ ഇത്രയും വലിയ ആയുധശേഷിയുടെ ആവശ്യമില്ല. അപ്പോൾ അധികമായി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്. രണ്ട്, നമ്മൾക്ക് സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യ കൈമാറും. ഇപ്പോൾ തന്നെ ആയുധശേഖരം ഉണ്ടെന്നൊക്കെ മറ്റു രാജ്യങ്ങളെ അറിയിക്കാം. അതെ, ഇത് ഈ ഹൈപ്പർസോണിക് ശ്രേണിയിൽപ്പെട്ട ഒരു മിസൈലാണ്. ഇതിന്റെ അനിയനാണ് സൂപ്പർസോണിക്. ശരിയാണ്. ഈ സൂപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ടതാണ് ബ്രഹ്മോസ്. അതെ, ഈ ബ്രഹ്മോസ് കത്തിച്ചു വിട്ടാലുള്ള കുഴപ്പം, അതിനെ കത്തിച്ചു വിട്ടവന് പോലും പിന്നെ അത് നിയന്ത്രിക്കാൻ പറ്റില്ല. അതെവിടെയാണോ ലക്ഷ്യം വെച്ചത് അത് അവിടെ ചെന്നത് തീരും. അതാണ് സൂപ്പർസോണിക്കിന്റെ പ്രത്യേകത. അതും കഴിഞ്ഞുള്ള സാധനമാണ് ഹൈപ്പർസോണിക്. അപ്പോൾ സൂപ്പർസോണിക്കിനെ തടയാൻ പറ്റാത്ത സമയത്താണ് ഹൈപ്പർസോണിക്കിൽ ഇവൻ വരുന്നത്. അപ്പോൾ ഇത് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു റഡാർ സിസ്റ്റത്തിന് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഏതെങ്കിലും രാജ്യത്തിന് ഒരു മിസൈൽ പ്രതിരോധ കവചം ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇസ്രയേലിലൊക്കെ കണ്ടിട്ടില്ല അയൺ ഡോം എന്നൊക്കെ പറയുന്നത്, അതേപോലെ ഒരു കവചം ഏതെങ്കിലും നമ്മുടെ ശത്രു രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവർക്കും കാഴ്ചക്കാരാക്കി ഇരിക്കാനേ പറ്റുള്ളൂ. സാറ്റലൈറ്റുകൾക്ക് പോലും ഇത്രയും വേഗതയിൽ പാഞ്ഞു പോകുന്ന ഈ മിസൈലിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. ഇപ്പോഴും ഈ നിമിഷം വരെയും ഇന്ത്യ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു മിസൈൽ നമ്മുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഇപ്പോഴും ഇന്ത്യയുടെ ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്നത് അഗ്നി 5 അഗ്നി 5-ന് ശേഷം അഗ്നി 6 ഉണ്ടാകും. പക്ഷേ പല സമയത്തും ഈ ദേശീയ മാധ്യമങ്ങളിൽ ഈ നോട്ടാം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ ഒരു മിസൈൽ പരീക്ഷിക്കുന്നതിന് മുൻപ് ആ മേഖലയിലുള്ള ആളുകൾക്കുള്ള മുന്നറിയിപ്പ്, ആ വ്യോമ മേഖലയിൽ കടന്നു പോകുന്നുള്ള വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്, ഇതൊക്കെ കൊടുത്തുകൊണ്ടൊരു നോട്ടാം ഇറക്കാറുണ്ട്. ഈ സമയത്തൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന എല്ലാം ഈ സൂര്യയെക്കുറിച്ചാണ്. നമ്മൾ സൂര്യ പരീക്ഷിക്കാൻ പോകുന്നു, ഇങ്ങനെ കുറേ കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴാണോ പരീക്ഷിക്കുന്നത്, ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനൊരു സാധനം അണിയറയിലുണ്ട്. അത് സൂര്യയാണോ ഇനി അഗ്നിയുടെ അടുത്ത പതിപ്പാണോ എന്നറിയില്ല. ഇതിനെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയെ സംബന്ധിച്ച് PSLV സാങ്കേതിക വിദ്യ ഉള്ളൊരു രാജ്യത്തിന് നിസ്സാരമായി അത് മിസൈൽ സാങ്കേതിക വിദ്യയിലോട്ട് പരിവർത്തനം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ചിലവ് കുറവാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ ടെക്നോളജി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ത്യ അത് ഒതുക്കത്തിൽ ചെയ്തിട്ടുണ്ടാകണം എന്ന് തന്നെ വേണം കരുതാൻ.